ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ അന്ന് പോയിട്ട് ഇപ്പോഴാണ് വരുന്നത്. സംഭവം എനിക്ക് കുറച്ച് എക്സാമിൻ്റെ തിരക്കും അങ്ങനെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണം ആവാനായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡ്രസ്സും എന്താ പറയുക ഓർണമെൻറ്റ്സൊക്കെ സെറ്റായി. ബട്ട് അതുമാത്രം പോരല്ലോ, എപ്പോഴും നമ്മൾ ഷൈൻ ചെയ്യണ്ടേ, കസിൻ്റെ കല്യാണമല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ നെയിൽസ് ഉണ്ട്, ഫേക്ക് നെയിൽസ്. അത് ഞാൻ മീഷോയിൽ നല്ലത് കണ്ടു. സെവാനിയിൽ ആദ്യം നോക്കിയപ്പോൾ അതിൽ റേറ്റ് കുറവില്ലത് കണ്ടു. ബട്ട് അതിൻ്റെ ഷിപ്പിംഗ് റേറ്റ് നല്ല കൂടുതലായതുകൊണ്ട് ഞാൻ നേരെ മീഷോക്ക് പോയി. മീഷോയിൽ നോക്കുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ, അതും ഞാൻ കണ്ട സെയിം സാധനം ഒന്ന് നോക്കുമ്പോൾ കണ്ടോ, സാധനം കണ്ടില്ലേ, ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഭയങ്കര എന്താ പറയുക, എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡ്രസ്സിനായിട്ട് മാച്ച് ആവണ്ട, ഞാൻ അത് നോക്കിയിട്ടാണ് എടുത്തേക്കണത്. ഈ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമില്ല. അതായത് ഞാൻ ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനത്തെ ഒന്നും ഇടൂല. ഇതാണ് ഞാൻ വാങ്ങിയത്. ഇതിൽ 24 സെറ്റ് ഉണ്ട്. എന്താ പറയുക, ഓരോ നെയിൽസുമേയും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസാണ്. എല്ലാതും സെയിം അല്ല, രണ്ടെണ്ണത്തിൻ്റെ സെയിം. അതായത് നമ്മൾ ഒരു കൈമേട് മറ്റേറ്റ് മാച്ചായിട്ട് മറ്റേ കൈമീടണ്ടേ, അതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ അതിനെന്താ പഫ് ചെയ്യാനുള്ളതും എന്താ പറയുക നെയിൽ ബാക്കിൽ കാക്കാനുള്ളതും ഒക്കെ എല്ലാ സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്. ഓൾറെഡി ഉണ്ടാവുമല്ലോ. പിന്നെ അതിൻ്റെ സ്റ്റിക്കറുണ്ട്, മീൻസ് നെയിൽ പ്രസ് ഓൺസാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറും അതിൻ്റെ കൂടെ ഉണ്ട് ഇതിൽ തന്നെ. ബട്ട് ഈ സ്റ്റിക്കറിൻ്റെ കൈമ വെക്കാൻ പറ്റണില്ല, മീൻസ് അതിൻ്റെ നഖം കുറച്ച് ചെറുതാണ്. അപ്പോൾ അതാണെങ്കിലോ സ്റ്റിക്കേഴ്സ് ഭയങ്കര വലുതാണ്. ക്വാളിറ്റി വൈസും എന്താ പറയുക, ബാക്കി എന്താ പറയുക അത്രയും റേറ്റ് കുറഞ്ഞതാണത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നല്ലതാണ്.